കർട്ടസി കോളായിരുന്നു. പൊതുവായ കാര്യങ്ങളൊക്കെ ഇന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്. ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ, സംഘടനാപരമായ കാര്യങ്ങൾ അതൊക്കെ സംസാരിക്കാനായിട്ട് വന്നതാണ്. നിരീക്ഷകരുമായിട്ട് സംസാരിച്ചു, അവരുമായിട്ട് പൊതുവായ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തു. വളരെ നല്ലൊരു ചർച്ചയായിരുന്നു നിരീക്ഷകരുമായിട്ടുണ്ടായിരുന്നത്. നല്ല വിജയത്തിന് പ്രത്യേകമായ അഭിനന്ദനം ഇങ്ങോട്ട് നൽകി. പിറവത്ത് പ്രത്യേകിച്ച് നല്ലൊരു വിജയമാണല്ലോ ഉണ്ടായത്. അതിൻ്റെ ഒരു അഭിനന്ദനം അവരും നൽകി. പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തു. ലീഗ് വൈകിട്ട് വ്യക്തമാക്കിയത് എംഎൽഎമാരുടെ എണ്ണം മാത്രമല്ല ജനവികാരം കൂടി കണക്കിലെടുത്ത് തീരുമാനം വേണം എന്ന ഒരു അഭിപ്രായം. അപ്പോൾ അതിനകത്ത് മറ്റു പാർട്ടികൾ അടുത്ത പാർട്ടി വേറെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് താങ്കളുടെ? അല്ല, തീർച്ചയായിട്ടും ഒരു യുണാനിമസായ തീരുമാനം എടുക്കുമല്ലോ. ഒരു യുണാനിമസായ തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം മുന്നണിയും ഘടകകക്ഷികളും എല്ലാവരും അംഗീകരിക്കും. ആ രീതിയിലല്ലേ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അല്ലാതെ പൊതുവായ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചായിരിക്കുമല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അത് ആ രീതിയിലേ അത് വരികയുള്ളൂ. അപ്പോൾ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും UDF അംഗീകരിക്കും. അതാണല്ലോ അതിൻ്റെ നടപടിക്രമം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചായിരിക്കുമല്ലോ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അവർക്ക് പാർട്ടി നേതാവിനെ കോൺഗ്രസ് പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവരത് തീരുമാനിക്കും. ഹൈക്കമാൻഡാണ് സാധാരണ പ്രഖ്യാപിക്കുന്നത്. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ആ തീരുമാനത്തെ എല്ലാ കാലഘട്ടത്തിലും UDF അംഗീകരിക്കുക എന്നുള്ള ഒരു കീഴ്വഴക്കമാണ് എപ്പോഴും ഉള്ളത്. അത് ഇത്തവണ ഉണ്ടാവും.